മുതിർന്ന നേതാക്കൾക്കെതിരായ സാമ്പത്തിക ആരോപണത്തിന് പിന്നാലെ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ. എ.സി. മൊയ്തീനും എം.കെ. കണ്ണനും എതിരായ ശബ്ദരേഖാ വിവാദത്തിൽ ശരത് നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചാൽ നടപടി പ്രാബല്യത്തിലാകും. എം.എസ്. ലിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട്. ലിഷോയ്, ശരത് നൽകുന്ന വിശദീകരണം അത് തൃപ്തികരമാകുന്നില്ല എന്നുള്ള ഇതിൽ തന്നെയാണോ ഇപ്പോൾ CPM ഒരു നടപടിക്ക് നീങ്ങുന്നത്? തീർച്ചയായും. അതായത് ശരത് പ്രസാദിന്റെ ഈ ശബ്ദരേഖ പുറത്തു വന്നത് അതൊരു കാഷ്വൽ ടോക്കിലൂടെ സാധാരണഗതിയിൽ സംസാരിക്കുന്ന സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിച്ച ഒരു സമയത്ത് വന്ന ഒരു കാര്യം മാത്രമാണ്. അതായത് താൻ ആരെയും അപമാനിക്കാനായി ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു കാര്യം കൂടിയാണ് എന്നുൾപ്പെടെയുള്ള വിശദീകരണമാണ് ശരത് പ്രസാദിന്റേതായി ഈ ജില്ലാ കമ്മിറ്റിക്ക് നൽകിയത്. ജില്ലാ സെക്രട്ടറിയാണ് ഈ വിശദീകരണം നൽകാനായി ആവശ്യപ്പെട്ടിരുന്നത്. ഈ വിശദീകരണം പക്ഷേ തൃപ്തികരമല്ല. ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി യോഗവും ഒക്കെ തന്നെ ഈ കഴിഞ്ഞ ഇന്നും ഇന്നലെയുമായൊക്കെ തന്നെ നടന്നിരുന്നു. ഈ ഒരു യോഗങ്ങളിലാണ് ഇപ്പോൾ ശരത് പ്രസാദിനെതിരെ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. CPM നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് ശുപാർശ. 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാനാണ് ശുപാർശ. മുതിർന്ന നേതാക്കൾക്കെതിരെ ഈ ആരോപണം ഉന്നയിച്ചതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ആണ് ഇത് സംബന്ധിച്ച തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിർദ്ദേശിച്ചത്. എന്തായാലും ഈ വിവാദങ്ങളെ തുടർന്ന് ശരത് പ്രസാദ് നൽകിയ വിശദീകരണം തൃപ്തികരമല്ല. ഈ സംസ്ഥാന നേതൃത്വമാണ്, സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചാലാണ് ഈ നടപടി കൃത്യമായി അതായത് നടപ്പാക്കുക. അതായത് ജില്ലാ കമ്മിറ്റി അംഗമായ ശരത് പ്രസാദിനെതിരെ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്യാൻ മാത്രമാണ് ജില്ലാ കമ്മിറ്റിക്കും ജില്ലാ സെക്രട്ടേറിയറ്റിനും കഴിയുക. തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. അത് വരുന്ന മുറയ്ക്ക് നടപടികൾ സ്വീകരിക്കും. ശരി ലിഷോ, ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, പുറത്തു വന്ന ആരോപണത്തിന്മേൽ എന്തെങ്കിലും പാർട്ടി അന്വേഷണം ഉണ്ടാകുമോ? പുറത്തു വന്ന ആരോപണം അത് സംബന്ധിച്ച് യാതൊരു വിധത്തിലും അന്വേഷണം നടത്തേണ്ട കാര്യമില്ല എന്നുള്ള നിലപാട് തന്നെയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാരണം ഈ ആരോപണങ്ങളും ഈ ശബ്ദരേഖയും ഒക്കെ പുറത്തു വന്ന സമയത്ത് തന്നെ അതൊക്കെ തന്നെ നേതൃത്വം നിഷേധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടത്തില്ല. എന്തായാലും CPM-ലെ മുതിർന്ന നേതാക്കൾക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ആരോപണങ്ങളാണ് ശരത്തിന്റെ ശബ്ദം എന്ന തരത്തിൽ പുറത്തു വന്ന ആ ശബ്ദരേഖ വലിയ വിവാദമായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ശരത്തിനെ സസ്പെൻഡ് ചെയ്യാൻ CPM ഒരുങ്ങുന്നത്.